ഹേ ഗായ്സ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഞാൻ കൊടുക്കുന്ന ഒരു കുഞ്ഞ് സർപ്രൈസ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ അറിയുന്നുണ്ടായിരുന്നില്ല, ഞാനും അമ്മയും അച്ഛമ്മയും മാത്രം. അപ്പം നമ്മളുടെ ഫാമിലിയിൽ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് ഇഷ്ടപ്പെടുന്നവരും അതേപോലെ അവരുടെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒരു മെമ്മറിയൊക്കെ കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോ അവൾക്ക് ഒരു കേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സൊക്കെ അവൾ ട്യൂഷന് പോയ നേരത്ത് നോക്കി സംഘടിപ്പിച്ച് പുറത്ത് പോയിട്ട് വന്നിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ അവൾ റിട്ടേൺ വരുമ്പോഴൊന്നും ഫുൾ അറേഞ്ച്മെൻറ്റ്സ് റെഡി ആയിട്ടില്ല. അവൾ തിരിച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ സാധനം കൊണ്ട് എത്തിയത്. പിന്നെ കക്ഷി വേഗം കിടന്ന് ഉറങ്ങിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. സോ അവൾ ഉറങ്ങിയ ടൈമിൽ ഫുൾ അറേഞ്ച് ചെയ്തു. പിന്നെ അവൾക്ക് ഞാനൊരു കുഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ഒരു മെമ്മറി അല്ല അതൊക്കെ. ഞാൻ അതിൻ്റെ ഒപ്പം എനിക്കൊരു കുഞ്ഞ് ലെറ്റർ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ട് വെച്ചു. എനിക്കിങ്ങനെ മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവർ സർപ്രൈസ്ഡ് ആണ്, ആ ഒരു ഹാപ്പിനെസ് അവരുടെ ഫേസിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഹാപ്പിയാണ്. സോ ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കായാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു രീതിയിലായാലും പ്ലാൻ ചെയ്ത് സർപ്രൈസ് കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇവളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അവളെ വിളിച്ചു കൊടുത്തപ്പോൾ ആൾ കരയായിരുന്നു. ഉറക്കത്തുനിന്ന് വിളിച്ചു തന്നുകൊണ്ട് ഉറക്കം പോയി എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. സോ ഞാൻ ആ സാധനം ഇട്ടില്ല, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലിൻ്റെ ഇടയിൽ കേക്ക് കണ്ടോട് കൂടിയിട്ട് ആളിങ്ങനെ ഒന്ന് സ്റ്റക്കായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിലേ വന്ന് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കുഞ്ഞിതായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ ആരോ വന്നു, ഗസ്റ്റ് ഒന്നല്ല, പുറത്തുനിന്ന് വേറെ ആരോ വന്ന ടൈമിൽ നമ്മളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കാട്ടേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നല്ലൊരു ഡേ ആയിട്ട് അവസാനിച്ചു അത്. അപ്പോൾ ഇവർ വന്ന ടൈമിൽ അമ്മ പുറത്ത് പോയി. സോ അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഫുൾ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത്. അപ്പോൾ ഇവളുടെ ഈ ലെറ്റർ വായിക്കാൻ അവൾ മറന്നു, അത് അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് രണ്ടാമത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയായിരുന്നു വായിച്ചു വെക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഫണ്ണി ആയിട്ട് അതിൽ എഴുതി വെച്ചത്. അപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നിട്ടാകുമ്പോൾ എനിക്ക് തോന്നി ആക്ച്വലി അതൊന്നും കൂടി വർക്കാവും. ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് അധികം വർക്കൊന്നും ആയില്ല. പിന്നെ നമ്മൾ പുറത്ത് പോയായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പറഞ്ഞ കുക്കിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ കണ്ടിരുന്നിട്ട് കൊറിയൻ വ്ളോഗൊക്കെ കണ്ടിരുന്നിട്ട് കുക്കിംഗ് വ്ളോഗൊക്കെ കണ്ടിരുന്നത് നമ്മൾ ഈ സവാളൊക്കെ കട്ട് ചെയ്തെടുക്കായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടി എളുപ്പമല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി ടൈം കൂടിയായിരുന്നു. ഇപ്പുറത്തെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഒരു ഫാമിലി ടൈമും കിട്ടി, നല്ലൊരു അതേപോലെ തന്നെ നമുക്ക് ആ ഡിഷ് റെഡി ആകുമ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. എനിക്ക് കുക്കിങ്ങിൻ്റെ അടുത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഹോസ്റ്റലിലായ ടൈമിൽ അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രേവ് ചെയ്യായിരുന്നു, ഒരു സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ PGക്ക് ഷിഫ്റ്റ് ആയപ്പോൾ അവിടെ കുക്കിംഗ് ഒക്കെ അലൗഡ് ആയ ടൈമിൽ ഒരു സ്ട്രെസ്ഫുൾ വീക്കിന് ശേഷം 1 ഡേ ലീവൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് മക്കളെ. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. സിമ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, ബട്ട് കുറച്ച് അൺഹെൽത്തിയാണ്. കാരണം ഞാൻ കുറേ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് അൺഹെൽത്തി ആയിട്ടാണ് തോന്നിയത്. ബട്ട് എനിക്ക് ചിക്കനിൽ മിക്കതും താല്പര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. സോ അതുകൊണ്ട് ചിക്കൻ വറക്കണ്ട എന്നുള്ളൊരു രീതിക്ക്, ഫ്രൈ ആക്കണ്ട എന്നുള്ളൊരു രീതിക്ക് എന്താ പറയുക, റോസ്റ്റ് ആക്കി എടുത്ത് വന്നതാണ്. അപ്പോൾ അൺഹെൽത്തി ഫുഡിനെ നമ്മൾ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കുറച്ചെടുത്താൽ മതി. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടമാനം ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് അൺഹെൽത്തി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ഈ കുക്ക് ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ഇത് സക്സസ് ആകുമെന്നൊക്കെ. ഞാനിപ്പോൾ ഫുൾ കോൺഫിഡൻസിലായിരുന്നു, സക്സസ് ഉറപ്പാണിത്, സക്സസ് ആണെന്നുള്ള കാര്യം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് സക്സസ് ആവുമെന്നൊന്നും. ഞാനേ പറയുമായിരുന്നു സക്സസ് ആയാൽ മതിയായിരുന്നു. പിന്നെ സക്സസ് ആയപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓയിൽ നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സവാളയും കൂടി ഇതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചതിന് ശേഷം അത് ഹാഫ് കുക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഇത് കുക്കാവുന്ന ടൈമിൽ തന്നെ ഞാൻ അവിടെ അപ്പുറത്തെ എൻ്റെ സിസ്റ്റർ നിന്നിട്ട് അതിൽ പാൻ വെച്ചിട്ട് അതിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് അതേപോലെ തന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂട്ടിയിട്ട് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ
ഈ സാധനം നമ്മൾ ഇത് ഹാഫ് കുക്ക് ആണേക്കാൾ തൊട്ട് മുന്നേ തന്നെ അത് ഫ്രൈ ചെയ്യുമെന്ന് നമുക്കിതിൽ ആഡ് ചെയ്യാം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് തോന്നിയ അളവിലും അതേപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ തോന്നുമല്ലോ, ഓ ഇത്ര മതി, ഇത്ര അളവ് മതി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റിയ അളവിലും കാര്യത്തിലൊക്കെയാണ് ബാക്കി ഇതൊക്കെ. ഓൾറെഡി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത പൗഡേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ അതേപോലെ പെപ്പർ പൗഡർ, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 30 മിനിറ്റ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ കുക്കിംഗ് ചെയ്തതിൽ വെച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റാക്കി വെച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നും. അല്ല ഒക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഇത് തീരാത്ത പോലെ തോന്നും, കുറേ പണി എന്തൊക്കെ എടുക്കുന്ന പോലെ തോന്നും. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും, പക്ഷേ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ എന്ത് കാര്യമായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പൗഡേഴ്സ് മാഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ, സോ നമ്മൾ കറിയിലും പൗഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗരം മസാല ഒഴികെ മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതങ്ങ് മൂടി വെച്ച് വേവിച്ചെടുത്തു. മല്ലിയിലയുടെയും പുതിനയുടെയും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, ബിക്കോസ് അതൊന്നും കൂടി ടേസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഈ കറിക്ക് എനിക്ക് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ കുറച്ച് നാളികേരക്കൊത്തും കൂടി ആഡ് ചെയ്യുക, അപ്പോൾ ഒന്നും കൂടി ഒരു നാടൻ രീതിക്ക് എത്തുന്നു. സോ അങ്ങനെ ഞാൻ കുറച്ച് നാളികേരം എടുത്ത് വേഗം റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തു, താളിച്ച് വയ്ക്കില്ല, അങ്ങനെ ഒഴിച്ചു. ഇപ്പം കറി ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ അരയ്ക്കാണ്ട് അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളൂ. എനിക്ക് തോന്നി ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇത് എല്ലാത്തിൻ്റെ കൂടി കോമ്പിനേഷനായിട്ട് പോകും. പൊറോട്ട, ദോശ, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്, മസ്റ്റ് ട്രൈ ആണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിട്ട്. ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ശരി, നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. ബൈ.